ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും അപകടകാരിയായ ടീമായിക്കൊണ്ട് എല്ലാവരും വിലയിരുത്തിയ ടീം അത് ഫ്രാൻസ് ആയിരുന്നു. എന്നാൽ ആ ഫ്രാൻസിനെ ഇന്നലെ സ്പെയിൻ തീർത്തും നിഷ്പ്രഭമാക്കുകയായിരുന്നു. അതായത് മത്സരത്തിൽ സ്പെയിൻ മധ്യനിരയിൽ കളി പിടിച്ചു. ഇതോടുകൂടി ഫ്രാൻസിന്റെ മുന്നേറ്റ നിര താരങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കാതെയായി. മത്സരത്തിന്റെ കൺട്രോൾ സ്പെയിൻ ഏറ്റെടുത്തു. 2 ഗോളുകൾ നേടിക്കൊണ്ട് അവർ വിജയിക്കുകയും ചെയ്തു. ഏതായാലും ഇതിനുശേഷം എഡു അഗ്യുറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്പെയിനിനെ തടയാൻ ആർക്കും സാധിക്കില്ല എന്നാണ് സ്പാനിഷ് ജേർണലിസ്റ്റായ എഡു അഗ്യുറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഫൈനലിൽ അർജന്റീനയെ കിട്ടണം, കാരണം ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം അർജന്റീനയെ തോൽപ്പിക്കാനായിരിക്കും എന്നാണ് എഡു അഗ്യുറെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതുപോലെ കളിച്ചാൽ നമ്മളെ പിടിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ടീം എന്ന് അവകാശപ്പെട്ടിരുന്ന ഫ്രാൻസിനെ നമ്മൾ തകർത്തെറിഞ്ഞു. ഫൈനലിൽ അർജന്റീനയെ കിട്ടണം, കാരണം ഇംഗ്ലണ്ടിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് അർജന്റീനയെ തോൽപ്പിക്കാം. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അർജന്റീന ഇപ്പോൾ വരുന്നത്. കൂടാതെ ഒരുപാട് റഫറിങ് വിവാദങ്ങളും അവരെ ചുറ്റിപ്പറ്റിയുണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. പക്ഷേ അർജന്റീന ഇംഗ്ലണ്ടിനോട് ജയിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടും അർജന്റീനയേക്കാൾ മികച്ച ടീം ഇംഗ്ലണ്ടാണ്. അവർ അർജന്റീനയെ തോൽപ്പിക്കും. ഇതാണ് എഡു അഗ്യുറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്നത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിക്കാനാണ് സാധ്യത, പക്ഷെ അതിനേക്കാൾ നല്ലത് അർജന്റീന വിജയിക്കുന്നതാണ്. കാരണം ഫൈനലിൽ സ്പെയിനിന് വളരെ എളുപ്പത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്താൻ കഴിയും. അവരിപ്പോൾ അത്ര നല്ല രൂപത്തിലൊന്നുമല്ല കളിക്കുന്നത് എന്നൊക്കെയാണ് എഡു അഗ്യുറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കലാശ പോരാട്ടത്തിൽ സ്പെയിനിന്റെ എതിരാളികൾ ആരായിരിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അവരുടെ ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.